നമസ്കാരം. പ്രൗഢം പ്രാദേശിക സഭാചരിതം എന്ന ക്രിസ്തീയ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയെയാണ് നാം പരിചയപ്പെടുക. സുദീർഘവും സമ്പന്നവുമായ ഒരു ക്രൈസ്തവ പൈതൃകം ഉൾക്കൊള്ളുന്നതും നൂറ്റാണ്ടുകളിലെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള പള്ളിയാണ് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളി. 1888 കോട്ടയം വികാരിയാത്തിന്റെ സാരഥിയായി അധികാരമേറ്റ ഡോക്ടർ ചാൾസ് ലവീഞ്ഞ് പിതാവ് ചങ്ങനാശ്ശേരിയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ബൃഹത്തും അതിമനോഹരവുമായ ഈ ദേവാലയത്തിൽ ആകൃഷ്ടനായാണ് കോട്ടയത്ത് നിന്നും തൻ്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റിയത്. വിശുദ്ധിയിലും കർമ്മധീരതയിലും വ്യക്തിമാഹാത്മ്യത്തിലും ഉത്തമ മാതൃകകളായി ദൈവജനത്തെ വിശ്വാസപാതയിലൂടെ നയിച്ച ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി, മാർ ജെയിംസ് കാളാശ്ശേരി, മാർ മാത്യു കാവുകാട്ട്, മാർ ജോസഫ് പൗവത്തിൽ എന്നീ പിതാക്കന്മാർ മെത്രാപ്പോലിത്തൻ പള്ളിയോട് ചേർന്നുള്ള കബറിട ദേവാലയത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1117 ചങ്ങനാശ്ശേരിയിലെ ആദ്യ പള്ളി പണി കഴിപ്പിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. തെക്കോട്ട് ദർശനമായിട്ടായിരുന്നു ഇവിടുത്തെ ആദ്യ ദേവാലയം. ഇതിന് കാരണമായി പറയുന്നത് ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കിയിരുന്ന തെക്കങ്കൂർ രാജാവിന് ക്രിസ്ത്യൻ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷവും കാവിൽ ക്ഷേത്രത്തിലെ ചിറപ്പും മുസ്ലിം ആരാധനാലയത്തിലെ ചന്ദനക്കുടവും കൊട്ടാരത്തിലിരുന്ന് ദർശിക്കുന്നതിനും ക്ഷേത്രത്തിലെ ശംഖനാദവും പള്ളിയിലെ മണിനാദവും മോസ്കിലെ ബാങ്കുവിളിയും കേട്ട് ഉണരുന്നതിനുമായിട്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ചങ്ങനാശ്ശേരി പള്ളി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു ഐതിഹ്യമുണ്ട്. ചങ്ങനാശ്ശേരിയിലെ വിശ്വാസികൾ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ നിരണം പള്ളിയിലായിരുന്നു ശുശ്രൂഷകൾക്കായി പോയിരുന്നത്. ചങ്ങനാശ്ശേരിയിലെ വിശ്വാസികളും അന്നത്തെ നാട്ടുപ്രമാണിയായ കല്ലറയ്ക്കൽ തരകനും നിരണത്ത് പള്ളിയിൽ ചെന്ന് ചേർന്നാൽ മാത്രമേ സാധാരണയായി ഞായറാഴ്ച ആരാധന ആരംഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഒരു ഓശാന ഞായറാഴ്ച പതിവിന് വിപരീതമായി ചങ്ങനാശ്ശേരി സംഘം എത്തും മുൻപേ നിരണം പള്ളിയിൽ ചടങ്ങുകൾ തുടങ്ങി. ഇത് തരകനും ചങ്ങനാശ്ശേരിക്കാർക്കും അപമാനമായി തോന്നി. ഇതറിഞ്ഞ തെക്കങ്കൂർ രാജാവ് തൻ്റെ മന്ത്രിയായിരുന്ന തരകനും ചങ്ങനാശ്ശേരിക്കാർക്കും ഒരു പള്ളി പണിത് നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് സ്വന്തം ചെലവിൽ നിർമ്മിച്ച് നൽകിയതാണ് ചങ്ങനാശ്ശേരി പള്ളി എന്നതാണ് ഐതിഹ്യം. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സൗഹാർദ്ദത്തിന് പേരുകേട്ട ഇടമാണ് ഇന്നും ചങ്ങനാശ്ശേരി. ആദ്യം നിർമ്മിച്ച പള്ളി മതിയാകാതെ വന്നപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ രണ്ടാമത്തെ പള്ളി പണിതു. വിശുദ്ധ സെബസ്ത്യാനിയോസിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി പണിതത്. എന്നാൽ മെത്രാപ്പോലിത്തൻ പള്ളി പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ളതാണ്. ഇന്നത്തെ മനോഹരമായ മെത്രാപ്പോലിത്തൻ പള്ളി ക്രിസ്തുവർഷം 1887 ആണ്ട് മലയാള മാസം മകരം 16 കൂദാശ ചെയ്യപ്പെട്ടതാണ്. ഇവിടുത്തെ പള്ളിപണികളും 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കുരിശും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നവയാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP-യുടെ വിദ്യാഭ്യാസ സ്ഥാപന ദേശസാൽക്കരണത്തിനെതിരെ മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിൽ യോഗം നടന്നത് മെത്രാസന പള്ളിയിലായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 1959 നവംബർ 26 നടന്നതും ഇവിടെയായിരുന്നു. 1957 വിദ്യാഭ്യാസ പ്രക്ഷോഭണം തുടങ്ങി കേരളത്തിന്റെ ചരിത്രത്തെയും സഭയുടെ ചരിത്രത്തെയും സ്വാധീനിച്ച നിരവധി സംഭവങ്ങളുടെ കേന്ദ്രമായിരുന്നു ചങ്ങനാശ്ശേരി. ഈ മെത്രാപ്പോലിത്തൻ പള്ളിയായിരുന്നു അതിനെല്ലാം സാക്ഷ്യം വഹിച്ചത്. ഇവിടുത്തെ കൽക്കുരിശിനുണ്ട് ചില പ്രത്യേകതകൾ. ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയുടെ മുന്നിൽ ഏവരെയും ആകർഷിക്കുന്ന സ്ഥാനത്ത് നിലകൊള്ളുന്നതാണ് ഇവിടുത്തെ കരിങ്കൽ കുരിശ്. ഈ കുരിശ് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 20 അടി ഉയരവും 10 അടി കുറുകെ വീതിയുമുള്ള തണ്ടോട് കൂടിയതാണ് ഈ കുരിശ്. ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ കുരിശിന്റെ ചുവട് അത്യാകർഷകമാണ്. കരിങ്കൽ തളിരം പാകിയിരിക്കുന്ന തറയിലാണ് കുരിശ് നട്ടിരിക്കുന്നത്. കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ ഇരുവശങ്ങളിലും ക്രൂരന്മാരായ പടയാളികൾ
അവിടുത്തെ പീഡിപ്പിക്കുന്ന ചിത്രമാണ് കുരിശിൻ്റെ മുന്നിൽ കാണുന്നത്. ചങ്ങനാശ്ശേരിയും കുട്ടനാടും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടനാട്ടുകാരെയും ചങ്ങനാശ്ശേരിക്കാരെയും ഒന്നിച്ചു ചേർക്കുന്ന ഒന്നാണ് മെത്രാപ്പോലിത്തൻ പള്ളി, ഇവിടുത്തെ വിശുദ്ധ സെബസ്ത്യാനിയോസിന്റെ തിരുനാൾ. കുട്ടനാടിന് എന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതായത് 99-ലെ വെള്ളപ്പൊക്കം, 2018-ലെ മഹാപ്രളയം തുടങ്ങിയ സമയത്തെല്ലാം ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയും ഇവിടുത്തെ വിശ്വാസികളും എന്നും കുട്ടനാടിൻ്റെ രക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങിയിരുന്നു. 5 വിളക്കിന്റെ നാട് എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി നഗരവും അടുത്ത കാലം വരെയും പ്രതാപത്തിലായിരുന്ന ചങ്ങനാശ്ശേരി ചന്തയുടെയും വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ നേതൃത്വം നൽകിയതും ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് ദിശാബോധം നൽകി ദീർഘവീക്ഷണത്തോടെ ആദ്യ നഗരസഭ അധ്യക്ഷനായിരുന്ന ഫാദർ ഡൊമിനിക് തോട്ടാശ്ശേരി ഈ നാട്ടുകാരനായിരുന്നു. സഭയിലും സമൂഹത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി ജന്മങ്ങളെ സംഭാവന നൽകിയ ഒരു ശ്രേഷ്ഠ ദേവാലയമാണ് ചങ്ങനാശ്ശേരിയിലെ കത്തീഡ്രൽ ദേവാലയം. നിരവധി പള്ളികൾ സ്വതന്ത്ര ഇടവകളായി മാറിയെങ്കിലും ഇന്നും ആൾബലത്തിലും കുടുംബങ്ങളുടെ എണ്ണത്തിലും മറ്റു പള്ളികളെക്കാൾ ഏറെ മുന്നിലാണ് മെത്രാപ്പൊലീത്തൻ പള്ളി. നാടിൻ്റെ സൗഹാർദ്ദത്തിനും സഭയുടെ ഉന്നമനത്തിനും സമുദായത്തിൻ്റെ സുസ്ഥിതിക്കും വേണ്ടി നൂറ്റാണ്ടുകളായി തല ഉയർത്തി നിൽക്കുന്ന ഈ ദേവാലയം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഓരോ വിശ്വാസിയുടെയും ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ്. തങ്ങളെ നയിച്ച പുണ്യജന്മങ്ങളുടെ കബറിടവും പ്രാദേശിക സഭയുടെ മാതൃദേവാലയവും ആണ്ടുവട്ടത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ ആഗ്രഹിക്കാത്തവർ ഈ അതിരൂപതയിലില്ല. അങ്ങനെ ഈ ദേവാലയം ചങ്ങനാശ്ശേരിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായി മാറിയിരിക്കുന്നു. അതെ, ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയം സഭയ്ക്കും സമൂഹത്തിനും നാടിനും വലിയ ഒരു മുതൽക്കൂട്ടാണ്, മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്, സ്നേഹത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും ഒരു കേന്ദ്രം കൂടിയാണ്.